മനസ്സിനെ നിയന്ത്രിക്കാൻ അർജുനൻ പ്രയാസപ്പെടുമ്പോൾ ഭഗവാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗികമായ ഒരു ഉപദേശമാണിത്. മനസ്സ് ചഞ്ചലമാണെങ്കിലും നിരന്തരമായ പരിശീലനത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ വിശദമായ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. അസംശയം മഹാബാഹോ, സംശയമില്ല അല്ലയോ മഹാബാഹോ അർജുന. മഹാബാഹോ എന്ന് അർജുനനെയാണ് വിളിക്കുന്നത്. മനോധുർനിഗ്രഹം ചലം, മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്, അത് എപ്പോഴും ചഞ്ചലവുമാണ്. അഭ്യാസേന തു കൗന്ദേയ, എങ്കിലും അല്ലയോ കൗന്ദേയ, അഭ്യാസം അല്ലെങ്കിൽ പരിശീലനം കൊണ്ട് വൈരാഗ്യേണ ച ഗുഹ്യതേ, വൈരാഗ്യം അനാവശ്യ കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ് കൊണ്ടും അതിനെ നിയന്ത്രിക്കാം. മനസ്സ് വായുവിനെ പോലെ ചഞ്ചലമാണെന്നും അതിനെ അടക്കി നിർത്താൻ പ്രയാസമാണെന്നും അർജുനൻ പറഞ്ഞപ്പോ ഭഗവാൻ നൽകിയ മറുപടിയാണ് ഇത്. മനസ്സിനെ പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. ആ ഒരു സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ നിരന്തരമായ പരിശീലനം കൊണ്ടും വേണ്ടാത്ത കാര്യങ്ങളിലെ വൈരാഗ്യം കൊണ്ടും അതിനെ വരുതിയിലാക്കാം എന്ന് ഭഗവാൻ ഉറപ്പു നൽകുകയാണ്. മനസ്സ് അത് നിയന്ത്രണമില്ലാത്ത ഒരു കുതിരയെ പോലെയാണ്. പരിശീലനമില്ലെങ്കിൽ അത് എവിടേക്കും ഓടും, കോപത്തിലേക്കും ഭയത്തിലേക്കും ആശങ്കയിലേക്കും. ഭഗവത്ഗീതയില് അർജുനൻ പറയുകയാണ്, ചഞ്ചലം ഹി മന, മനസ്സ് വളരെ ചഞ്ചലമാണ്. ശ്രീകൃഷ്ണന്റെ മറുപടി, അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാം. അതാണ് വിക്ടറി ത്രൂ പ്രാക്ടീസ്. ഒരു ദിവസം കൊണ്ടല്ല, ഓരോ ദിവസവും കൊണ്ടാണ്, ഒരുപാട് ദിവസങ്ങളെ കൊണ്ടാണ് വിജയം സംഭവിക്കുക. ഇതൊരു വലിയ ചാട്ടമൊന്നുമല്ല, അത് ചെറിയ ശീലങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ദിവസവും 10 മിനിറ്റ് ധ്യാനം, കോപം വരുമ്പോൾ ഒരു നിമിഷം നിശബ്ദമായിട്ടിരിക്കുക, നെഗറ്റീവ് ചിന്ത വന്നാല് ബോധപൂർവം മാറ്റുക, ഇവയൊക്കെയാണ് മനസ്സിന്റെ ജിമ്മിൽ ചെയ്യുന്ന, മനസ്സിന് വേണ്ടി കൊടുക്കേണ്ട വ്യായാമങ്ങൾ. ശാസിത മനസ്സാണ് സുഖം നൽകുന്നത്. പരിശീലനമില്ലാത്ത മനസ്സ് നമ്മെ അടിമയാക്കും. പരിശീലിതമായ മനസ്സ് നമ്മെ സ്വതന്ത്രനാക്കും. ഓർക്കുക, മനസ്സിനെ ജയിക്കുക എന്നത് അതിനെ അടിച്ചമർത്തലല്ല, അതിനെ പരിശീലിപ്പിക്കലാണ്. ചുരുക്കത്തില് പരിശീലനം ശീലാകും, ശീലം സ്വഭാവമാവും, സ്വഭാവം വിധിയാവും. അതുകൊണ്ട് തന്നെ വിക്ടറി ത്രൂ പ്രാക്ടീസ്, അതാണ് മനസ്സിനെ കീഴടക്കാനുള്ള ഏക മാർഗം. ഒറ്റയടിക്ക് മനസ്സിനെ മാറ്റാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ ദിവസമുള്ള ചെറിയ ചെറിയ പരിശീലനങ്ങൾ കൊണ്ട് ഏകാഗ്രത നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ പതുക്കെ പിന്തിരിപ്പിക്കുക. പരിശീലനം തുടരുക, വിജയം ഉറപ്പാണ്. പരിശീലനത്തിലൂടെ മനസ്സിനെ കീഴടക്കാം എന്നുള്ളത്